envisioning a brighter future. Now we will have our traditional auspicious lamp lighting ceremony. I request our honorable guests and sister to please come to the stage for lighting the lamp. Reverend Mother Tamim SIC, Provincial Superior, Bethany, Pathanamthitta Province. Our Headmistress, Reverend Sister Subrata SIC, Local Manager, Reverend Sister Akhila SIC, and our PTA President onto the dance. Our life shines like this lamp with values, wisdom and knowledge. Let's start our annual day meeting with prayer song by our school choir. Now, let's rise up for the prayer. By thy word, Lord, thy mighty arm made great. Speak with the voice that wakes the dead and make the people dance. We want thy work, O Lord. Warriors to thee we bow. Descend, O gracious Lord Jesus. O come and bless us now. Reward thy word, O Lord. Deserve this sleep of day. You gave us morning embrace now by thine almighty breeze. Revive thy work, O Lord. Warriors to thee we bow. Descend, O gracious Lord, descend. O come and bless us now. Now, I welcome our headmistress, Reverend Sister Subrata SIC, to deliver the welcome speech. ബഹുമാന്യ സദസ്സിന് സ്നേഹവന്ദനം. ബഹുമാനിയായ മീറ്റിംഗിന്റെ അധ്യക്ഷത അലങ്കരിക്കുന്ന ബഹുമാനപ്പെട്ട മദർ തമീം, ഉദ്ഘാടകയായി എത്തിയിരിക്കുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശോഭ വർഗീസ്, ലോക്കൽ മാനേജർ സിസ്റ്റർ അഖില, PTA പ്രസിഡന്റ് ശ്രീ സോബി സർവത്തൂർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ്, ഏറ്റവും സ്നേഹവും ആദരവും ഉള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കളെ, ബന്ധുമിത്രാദികളെ, എൻ്റെ സഹപ്രവർത്തകരായ ഏറ്റവും പ്രിയപ്പെട്ട ടീച്ചിങ് നോൺ ടീച്ചിങ് സ്റ്റാഫ് മെമ്പേഴ്സ്, വാത്സല്യ കുഞ്ഞുങ്ങളെ, ഇന്ന് സെയിന്റ് ആൻ സ്കൂൾ 80ാമത് വാർഷികം ആഘോഷിക്കുമ്പോൾ കഴിഞ്ഞ
80 വർഷക്കാലം കഴിഞ്ഞ നാളുകളിൽ സ്കൂളിനെ ഏറ്റവും കരുണയോടും സ്നേഹത്തോടും പരിപാലിച്ച കാരുണ്യവാനായ ദൈവത്തിന് ഭക്ത്യാദരവോടെ നന്ദി അർപ്പിക്കുന്നു. ക്രാന്തദർശിയും പുനരേകശില്പിയും വിദ്യാഭ്യാസ വിദഗ്ധനുമായ ധന്യന്മാർ ഇവാനിയോസ് തിരുമേനിയാണ് ഈ വിദ്യാലയത്തിന്റെ സ്ഥാപകൻ. സ്ത്രീകളുടെ വിദ്യാഭ്യാസത്തിന് ഒട്ടും പ്രാധാന്യം കൽപ്പിക്കാഞ്ഞ ആ കാലഘട്ടത്തിൽ ഒരു നൂറ്റാണ്ട് മുന്നമേ കാണുവാനും ചിന്തിക്കുവാനും തക്ക ദീർഘദൃഷ്ടി ഉണ്ടായിരുന്ന മാർ ഇവാനിയോസ് പിതാവ് പെൺകുട്ടികൾക്കായി വിദ്യാലയങ്ങൾ തുറന്നു. ഒരു സ്ത്രീ നന്നായാൽ ഒരു കുടുംബം നന്നാകും, കുടുംബം നന്നായാൽ മനുഷ്യ സമൂഹം നന്നാകും, മനുഷ്യ സമൂഹം നന്നായാൽ ലോകം മുഴുവനും നന്നാകും എന്നുള്ള ഈ ചേതോ വികാരമാണ് ഈ പിതാവിന് വളരെ ദീർഘദൃഷ്ടിയോടുകൂടി സെയിന്റ് ആൻസ് സ്കൂളിന് ഇവിടെ ജന്മം നൽകി, ചെങ്ങന്നൂരിന് ജന്മം നൽകുവാൻ ഇടയാക്കിയത്. ബഥനി സന്യാസി സമൂഹ സ്ഥാപക പിതാവായ മാർ ഇവാനിയോസ് തിരുമേനി വിദ്യാലയത്തിന്റെ നല്ല ഭാവി മുന്നിൽ കണ്ടുകൊണ്ട് ഇതിന്റെ നടത്തിപ്പ് ബഥനി സിസ്റ്റേഴ്സിനെ ഏൽപ്പിച്ചു. ഏറ്റവും ഉത്തരവാദിത്വത്തോടും അർപ്പണ ബോധത്തോടും കൂടി സിസ്റ്റേഴ്സും സഹാധ്യാപകനും അനധ്യാപകനും വളരെ സ്നേഹ ഐക്യത്തോടെ കൂട്ടായി പ്രവർത്തിച്ചതിന്റെ ഫലമായി ഈ സ്കൂൾ ചെങ്ങന്നൂരിന്റെ തിലക്കുറിയായി മാറി. റാങ്ക് ഹോൾഡേഴ്സിനും ധാരാളം പ്രഗത്ഭരായ വിദ്യാർത്ഥികൾക്കും ജന്മമേകിയ സെയിന്റ് ആൻസ് സ്കൂൾ ചെങ്ങന്നൂരിന്റെ അഭിമാനമാണ് എന്നും. ഈ വിദ്യാലയത്തിൽ നിന്നും പഠിച്ച് ഇറങ്ങിയ ശിഷ്യഗണം ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും വളരെ ഉന്നത നിലവാരം പുലർത്തിക്കൊണ്ട് അവർ ആയിരിക്കുന്ന ഇടങ്ങളിലെല്ലാം ഈ സ്കൂളിൽ നിന്നും അവർക്ക് ലഭിച്ചതായ എല്ലാ മൂല്യങ്ങളും മുറുകെ പിടിച്ചുകൊണ്ട് വളരെ പ്രഗത്ഭരായ വളരെ ഉന്നതി ആർന്ന നിലവാരം പുലർത്തി അവർ ഏറ്റെടുത്തിരിക്കുന്ന എല്ലാ തലങ്ങളിലും പ്രവർത്തിച്ചു പോരുന്നു. പ്ലേ സ്കൂൾ മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് അവരുടെ ഓൾറൗണ്ട് ഡെവലപ്മെന്റ് ലക്ഷ്യമാക്കി മൂല്യാധിഷ്ഠിത വിദ്യാഭ്യാസം നൽകുന്നു. 2.5 വയസ്സ് മുതൽ 10 വയസ്സ് വരെയുള്ള സമയം പ്ലേ മുതൽ 4ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് നല്ല പ്രോത്സാഹനവും ക്ഷമയും സ്നേഹവും കരുതലും എല്ലാം വ്യക്തിപരമായി നൽകി യാതൊരു ടെൻഷനും ഉണ്ടാകാതെ പഠനം രസകരമായ ഒരു അനുഭവമായി തീരുവാൻ തക്കവണ്ണം കുട്ടികളെ പരിശീലിപ്പിക്കുന്നു. ഒരു അക്കാഡമിക് ഇയർ ചെറുതും വലുതുമായ പരിപാടികളിലൂടെ എല്ലാ കുട്ടികൾക്കും പ്ലേ ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെ ഇവിടെ പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അവരുടെ വിവിധങ്ങളായ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിനും വളർത്തുന്നതിനുമുള്ള അവസരം ലഭിക്കുന്നു. ഞങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും പരിശ്രമങ്ങൾക്കും പിന്നിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കളുടെ സാന്നിധ്യവും സഹകരണവും പ്രോത്സാഹനവും ഞങ്ങൾക്ക് വളരെ ഉത്തേജനം നൽകുന്നതാണ്, വളരെ ശക്തി പകരുന്നതാണ്. രക്ഷകർത്താക്കളെ ഒക്കെയും ഇത്തരുണത്തിൽ ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. ഇനി ഞാൻ എൻ്റെ പ്രധാന കർത്തവ്യത്തിലേക്ക് കടക്കട്ടെ. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷയായി നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മദർ തമിഴ് ബഥനി പത്തനംതിട്ട പ്രോവിൻസിന്റെ പ്രൊവിൻഷ്യൽ സുപ്പീരിയറാണ്. മദറിന്റെ ഓരോ സമയത്തും മദർ ഞങ്ങൾക്ക് ആവശ്യമുള്ള അവസരങ്ങളൊക്കെ ഇവിടേക്ക് കടന്നു വരികയും ഞങ്ങൾക്ക് വേണ്ട എല്ലാ പ്രോത്സാഹനങ്ങളും നിർദ്ദേശങ്ങളും സന്തോഷപൂർവ്വം നൽകുകയും ഞങ്ങളെ എപ്പോഴും വാക്കുകൊണ്ടും സാന്നിധ്യം കൊണ്ടും അല്ലാതെയും എല്ലാം പ്രോത്സാഹിപ്പിക്കുകയും
ഞങ്ങളുടെ പ്രവർത്തനം ഏറ്റവും കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ പ്രേരിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്ന മദർ ടങ്ങിനെ ഏറ്റവും സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ നമ്മുടെ ഈ സമ്മേളനത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ ഇവിടെ വളരെ സന്തോഷത്തോടെ എത്തിച്ചേർന്നിട്ടുള്ളത് നമ്മുടെ എല്ലാ ഏറ്റവും പ്രിയങ്കരയായ, നമ്മുടെ എല്ലാ ഏറ്റവും സുപരിചിതയായ, നമ്മൾക്കെല്ലാം എപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എപ്പോഴും നമ്മുടെ മുമ്പിൽ അവൈലബിൾ ആയിരിക്കുന്ന ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശോഭ വർഗീസ്, ചെങ്ങന്നൂർ മുനിസിപ്പൽ ചെയർപേഴ്സൺ. മാഡത്തിനെ ഞാൻ എപ്പോഴൊക്കെ എന്തിനൊക്കെ വിളിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെയും വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ ക്ഷണം സ്വീകരിക്കുകയും ഇവിടെ എത്തിച്ചേരുകയും ചെയ്തിട്ടുണ്ട്. ചെങ്ങന്നൂർ മുനിസിപ്പാലിറ്റിയുടെ വികസന പ്രവർത്തനങ്ങളിൽ അങ്ങേയറ്റം മുഴുകിയിരിക്കുന്ന സേവന സന്നദ്ധയായ, വളരെ ചാരിറ്റി പ്രവർത്തനങ്ങളുടെ സോഷ്യൽ വർക്കിലൊക്കെയും മുഴുകിയിരിക്കുന്ന ഞങ്ങളുടെ പ്രിയങ്കരയായ ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് ശോഭ വർഗീസിനെ ഏറ്റവും കൃത്യമായി ഈ വേദിയിലേക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിക്കുവാൻ സ്വാഗതം ചെയ്യുന്നു. സെയിന്റ് ആൻസ് ഹൈസ്കൂളിന്റെ ഹെഡ് മിസ്റ്റർ സിസ്റ്റർ ആത്മജ സിസ്റ്ററുടെ സാന്നിധ്യം ഇപ്പോൾ നമ്മുടെ മധ്യേ ഇവിടെ ഇല്ലെങ്കിലും സിസ്റ്ററുടെ സാന്നിധ്യം നമ്മുടെ ക്യാമ്പസിലുണ്ട്. സിസ്റ്ററിനെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. സ്കൂളിന്റെ ലോക്കൽ മാനേജർ സിസ്റ്റർ അഖിലയെ ഏറ്റവും സന്തോഷത്തോടെ ഈ മീറ്റിംഗിലേക്ക്, ഇന്നത്തെ എല്ലാ ആഘോഷ പരിപാടികളിലേക്കും സ്വാഗതം ചെയ്യുന്നു. ഞാൻ ഏറ്റവും അഭിമാനത്തോടെ കാണുകയും പങ്കുവയ്ക്കുകയും ചെയ്യുവാൻ ആഗ്രഹിക്കുകയാണ്. സെയിന്റ് ആൻസ് സ്കൂളിന്റെ പൂർവ്വ വിദ്യാർത്ഥി, ഈ സ്കൂളിന്റെ PTA പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ട സമയം മുതൽ, ആ ദിവസം മുതൽ ഈ സ്കൂളിന്റെ ഡെവലപ്മെന്റിന് വേണ്ടി അക്ഷീണം ഏതാണ്ട് എല്ലാ ദിവസവും തന്നെ സ്കൂളിലെത്തുകയും വളരെ ചുറിയുറപ്പോടും കാര്യക്ഷമതയോടും കൂടെ സ്കൂളിന്റെ അഭിവൃദ്ധി, എന്റെ സ്കൂൾ എപ്പോഴും പറയാം, എന്റെ സ്കൂൾ, ഞങ്ങളും അഭിമാനത്തോടെ പറയും ഞങ്ങളുടെ കുട്ടി എന്ന് വരികയും സ്കൂളിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അങ്ങേയറ്റം സന്നിഹിതനായിരുന്നു കൊണ്ട് പ്രവർത്തിക്കുവാൻ ശ്രദ്ധിക്കുകയും ചെയ്യുകയും, പ്രത്യേകിച്ച് ഈ വാർഷികത്തോടനുബന്ധിച്ച് ഒരുപാട് 8-9 മണി വരെ സ്വന്തം ഡ്യൂട്ടി പോലും ആരെയൊക്കെ ഏൽപ്പിച്ചിട്ട് രാത്രിയും പകലും ഒക്കെ ഇവിടെ നിന്ന് ഇതിനെ വിജയമാക്കാൻ വേണ്ടി പരിശ്രമിക്കുകയായിരുന്നു. ഞങ്ങളുടെ പൂർവ്വ വിദ്യാർത്ഥിയായ PTA പ്രസിഡന്റായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സോബി ചെറുത്തൂരിനെ ഏറ്റവും സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സിസ്റ്റേഴ്സിനെയും, പിന്നെ ഞങ്ങളുടെ യോഗ പഠിപ്പിക്കുന്ന ഞങ്ങളുടെ സാറിനെയും ഞാൻ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കൾ സ്നേഹത്തോടെ ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഈ വാർഷിക സമ്മേളനത്തിൽ പങ്കെടുക്കുവാനും കുഞ്ഞുങ്ങളെയും ഞങ്ങളെയും പ്രോത്സാഹിപ്പിക്കുവാനും ഇവിടെ ഏറ്റവും സ്നേഹത്തോടെ എത്തിച്ചേർന്നിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട രക്ഷകർത്താക്കൾക്ക് ഏറ്റവും സന്തോഷത്തോടെ കൃത്യമായ സ്വാഗതം അർപ്പിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ട സഹപ്രവർത്തകരായ, ഞാൻ എന്നും സൂചിപ്പിക്കാറുള്ളത് പോലെ എൻ്റെ വലങ്കൈകളായിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, നോൺ ടീച്ചിങ് സ്റ്റാഫ്, എല്ലാവരുടെയും അക്ഷീണ പ്രയത്നമാണ് നിങ്ങൾ ഇന്ന് നമ്മുടെ ഈ മീറ്റിംഗൊക്കെ കഴിയുമ്പോഴും മീറ്റിങ്ങിനിടയിൽ കൊച്ചു പ്രോഗ്രാമുണ്ട് ഒക്കെ നമ്മൾ ഈ സ്റ്റേജിൽ കാണുവാൻ പോകുന്നത്. എപ്പോഴും അങ്ങേയറ്റം സഹകരിച്ച്
ഒരു കുടുംബ ഭാവനയോടുകൂടി ഇവിടെ ആയിരിക്കുന്ന പ്രഗത്ഭരായ, ഒന്നിനും മാറ്റി നിർത്തണ്ടാത്ത, എല്ലാ കഴിവുകളുടെയും നിറവിടങ്ങളായ, ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട എൻ്റെ പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെയും നോൺ ടീച്ചിങ് സ്റ്റാഫിനെയും വളരെ ഹൃദ്യമായി സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന കുഞ്ഞുങ്ങളുടെ രക്ഷകർത്താക്കൾ, അവരുടെ ബന്ധുമിത്രാദികളുണ്ട്, സ്നേഹിതരുണ്ട്, ഈവൻ അവരുടെ അയൽവാസികളും ഒക്കെ ഉണ്ട്. എല്ലാവരെയും ഒരിക്കൽ കൂടി ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ കർത്തവ്യത്തിൽ നിന്ന് ഞാൻ വിരമിക്കുന്നു. നന്ദി, നമസ്കാരം. Annual Report 2024-2025. We began the academic year on June 3rd, 2024 with Praveshn also. On that occasion, Reverend Father Christy Chervilla was the chief guest. Reverend Sister Subrata SIC, our headmistress, welcomed everyone. Father inaugurated the Praveshn also by lighting the lamp. The school is vibrantly leading by a well-experienced educationalist and leader, Reverend Sister Subrata SIC. The school has flourished in all facts under Sister's administrative skill, with nourish and cherish us with love, care and discipline. The school play class, KG, LP section with 250 students, 16 teachers and 3 supporting staffs with complete dedications and commitment. The academic curriculum is designed in such a way to bring all-round development to the students and instill in them the values of life such as fear of God, love for each other, patriotism, responsibility, discipline, punctuality and cleanliness. The class teachers train students from the play class to standard 4 to conduct assembly to develop their talents and skills in leadership, which help the students to reach their full potential in life. Mass drill is also performed during General Assembly. To make the students academically proficient, regular class tests, midterm tests and terminal exams are conducted and their academic performance were evaluated and informed to the parents regularly. Class PTA is also conducted. To improve overall health and to increase concentration of students, yoga and dance classes were organized. Our school conducted a special assembly on June 5th, 2024 and procession also conducted. The World Environmental Day celebration was a huge success. It not only raised awareness about environmental issues, but also encouraged students to take a small step towards creating a sustainable future. We hope to continue our effort in protecting the environment and inspiring others to do the same. On June 19, 2024, our school celebrated National Reading Day. This was an exciting and enriching event that aimed to improve the love for books and reading among students. Our new library and reading room inaugurated by our headmistress. A special assembly was conducted on June 26, 2024 as a part of Anti-Drug Day. School Parliament election was conducted on July 25, 2024 to elect school captain and vice captain. In that election, Sarah Susan of class 4A was elected as school captain and Gautam Nair of class 4B as school vice captain. Students are divided into 3 houses to improve their cultural and sport activities. Houses are Lily House, Jasmine House and Dahlia House. House captains and vice captains was also elected. Hannah Mary Kuriakos of class 4B as captain and Angel Diasino of class 3A as vice captain of Lily House. Rohan K. Babu of class 4A as captain and Nivedya V. Nayak of class 3B as vice captain of Jasmine House.
Akshara Vikas of class 4A as captain and Harshika R of class 3A as vice captain of Dahlia House respectively. As a part of school parliament election, we conducted an investiture ceremony on August 23rd, 2024 and honored the elected members. Reverend Father Jijoke Joy administered the oath to the office bearers. Color India competition conducted on August on behalf of Independence Day. Alona Anna Sanju of class 4B and Nivedya Amanakuttan of class 1A are the school winners. Ayan Anthony of class 1A, Avantika Manoj Kumar of class 4B and Sa Adar Nizar of class 4B attained A grade. Certificate of appreciation was given to all participants. For the rehabilitation of Wayanad victims, St. Anne's EMLP school collected 57,017 rupees from students and teachers and non-teaching staff and hand over to Shreyas Charitable Society, Bethel. Various training programs were conducted to improve students' arts and sports skills. Those who performed exceptionally well were given the opportunity to participate in sub-district Kalotsav. And the winners are Abhinay Ganam Malayalam with first A grade, Beba J. Godwin of class 2A, Abhinay Ganam English with A grade, Ayan Anthony of class 1A, Kada Kadanam with A grade, Pujita M. Naya of class 2A, Padim Challal Malayalam with A grade, Angel Mary George of class 4A, Padim Challal English with A grade, Alona Anna Sanju of class 4B, Mapala Patta with A grade, Sa Ada Nazar of class 4B, Kadakada with A grade, Angel Diasino of class 3A, Arabic Padyam with B grade, Hawla Hashim of class 3B, Pencil Drawing with B grade, Harshika R of class 3A, Jalachayam Rohan K. Babu of class 4B. We congratulate the students who have won the prize and their parents who have encouraged their awards. Important occasions like Onam, Teachers' Day, Gandhi Jayanti, Children's Day, Christmas, Hindi Divas, etc. celebrated with all its importance. On behalf of Children's Day, competitions held at Christian College, Chengalur. Many of their students participate and our school attained the overall championship trophy. To nourish the students' sporting skills, varieties of sports and games competition organized on November 15, 2024. Prizes will be given shortly on UKG graduation program. We thank Reverend Mother Tamim SIC, Provincial Superior Betheri, Pathanamthitta Province, and local manager, respected Sister Agla SIC, and our sisters who have encouraged us in the day-to-day administration of the school. Above all, I thank our gracious and compassionate Heavenly God, the Father, and our Heavenly Patron, Saint Anna, for their divine help to submit this report. God bless you all. Good day. Next is a prize-winning item of Sub-District Kalotsavam, Action Song Malayalam by Beba J. Godwin of Class 2. നമസ്കാരം കൂട്ടുകാരെ, കാട്ടാള മുൻപാട്ടുകളെ നിങ്ങൾക്ക് മിക്കമത്തെ ഒരു കൊച്ചു പാട്ടാണ് ഞാൻ ഇന്നിവിടെ ചൊല്ലാൻ പോകുന്നത്. കാട്ടാറിൻ തീരത്ത് കുഞ്ഞാലിൻ കൊമ്പത്ത് ഒറ്റയ്ക്കിരിക്കുന്നതെന്തു തത്തി, ഒറ്റയ്ക്കിരിക്കുന്നതെന്തു തത്തി. കാട്ടാറിൻ തീരത്ത് കുഞ്ഞാലിൻ കൊമ്പത്ത് ഒറ്റയ്ക്കിരിക്കുന്നതെന്തു തത്തി, ഒറ്റയ്ക്കിരിക്കുന്നതെന്തു തത്തി. പുന്നല്ലു വിളയുന്ന കിന്നരിപ്പാടത്ത് ഇന്നലെ കാണാത്തതെന്തു തത്തി, ഇന്നലെ കാണാത്തതെന്തു തത്തി. പൂക്കാലം വന്നില്ലേ മാവു പൂത്തില്ലേ, താഴ്വാരത്തെ കൊന്നു വന്നുകൂടി, താഴ്വാര
നീ എന്തി വന്നിടാഞ്ഞോ, എന്നിട്ടു നീ എന്തി വന്നിടാഞ്ഞോ, തേക്കാറ്റു വന്നില്ലേ ലോകം നിറഞ്ഞില്ലേ, പൂമ്പാറ്റകൾ പറന്നില്ലേ, പൂമ്പാറ്റകൾ പറന്നില്ലേ, കിങ്ങിണിക്കാട്ടിലെ മുന്തിരി നുകരാണ്, എന്നിട്ടു നീ എന്തി വന്നിടാഞ്ഞോ, എന്നിട്ടു നീ എന്തി വന്നിടാഞ്ഞോ, കാട്ടാറ് തീരത്ത് കുഞ്ഞാലി കൊമ്പത്ത് ഒറ്റയ്ക്കിരിക്കുന്നതെന്തു തത്തി, ഒറ്റയ്ക്കിരിക്കുന്നതെന്തു തത്തി, ഗാനം നിറഞ്ഞില്ല താളം മുറിഞ്ഞില്ല, പാദസ്വരങ്ങൾ കിരണില്ലേ, പാദസ്വരങ്ങൾ കിരണില്ലേ, ഇടരുന്ന ഗാനമൊന്നേറ്റ് പാടാനായി, എന്നിട്ട് നീ എന്തി വന്നിടാഞ്ഞോ, എന്നിട്ട് നീ എന്തി വന്നിടാഞ്ഞോ, കാട്ടാറി തീരത്ത് കുഞ്ഞാറി കൊമ്പത്ത് ഒറ്റയ്ക്കിരിക്കുന്നതെന്തു തത്തി, ഒറ്റയ്ക്കിരിക്കുന്നതെന്തു തത്തി. Now I invite Reverend Mother Tami SIC, Provincial Superior, Bedani, Pathanamthitta Province, for the presidential address. Mother, please come. ഈ സ്കൂളിലെ SP വിഭാഗത്തിൻ്റെ തലപ്പത്തായിരിക്കുന്ന ഞങ്ങളുടെ മുൻ പ്രൊവിൻഷ്യലും അനേകം സ്കൂളുകളെ വളരെ നന്നായിട്ട് ആ കാലഘട്ടത്തിനനുസരിച്ച് വളർത്തുകയും ചെയ്ത പ്രിയപ്പെട്ട സിസ്റ്റർ സുഹൃത, പ്രിൻസിപ്പൽ ചെയർപേഴ്സൺ ശോഭ മാഡം, ഇവിടുത്തെ ലോക്കൽ സുപ്പീരിയർ സിസ്റ്റർ അഖില, പ്രിയപ്പെട്ട സിസ്റ്റേഴ്സ്, അതിലേറെ ഞങ്ങളേറെ അഭിമാനത്തോടും സന്തോഷത്തോടും കൂടെ കാണുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട സ്റ്റുഡൻറ്റും, ഇപ്പോൾ ഈ സ്കൂളിൻ്റെ മൊത്തത്തിലുള്ള ഉത്തരവാദിത്തങ്ങൾ ഏറെ സ്നേഹത്തോടെ ഏറ്റെടുത്ത് രാപകൽ അഭിമാനിക്കുകയും ചെയ്ത പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥി PTA പ്രസിഡന്റുമായിരിക്കുന്ന പ്രിയ സോബി, ഏറെ സ്നേഹമുള്ള ടീച്ചേഴ്സ്, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, ഏറ്റവും പ്രിയ കുഞ്ഞുമക്കളെ, മുതൽ 4ാം ക്ലാസ് വരെ ആയിരിക്കുന്ന കുഞ്ഞുമക്കളാണ് ഇവിടെ നിശബ്ദരായിട്ട് ഇവിടെ ആയിരിക്കുന്നു എന്നതാണ് ബെഥനി സന്യാസിനി സമൂഹം വിദ്യാഭ്യാസ മേഖലയിൽ ഒരു നൂറ്റാണ്ട് പിന്നിട്ട ജീവിത പാരമ്പര്യത്തിൻ്റെയും ഒക്കെ ഏറ്റവും വലിയ ഉദാഹരണം. ഇന്ന് ബെഥനി അതിൻ്റെ സെന്റിനറി ആഘോഷിക്കുകയാണ്. ഞങ്ങളുടെ 100ാം വർഷമാണ് 2025. സിസ്റ്റർ സുഹൃത സൂചിപ്പിച്ചതുപോലെ 95 വർഷത്തെ പാരമ്പര്യമുള്ള നങ്ങിയാറുളങ്ങര സ്കൂളിലെ സ്കൂൾ ആനിവേഴ്സറി തീരുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഇവിടുത്തേതിന് ഞാൻ അതിനിടയ്ക്ക് ഇറങ്ങി വന്നതാണ്. നമ്മുടെ സെൻറ്റൻസ് അതിനോടടുത്ത് ഏതാണ്ട് 80 വർഷത്തെ വിദ്യാഭ്യാസം നൽകിയ, വിദ്യ നൽകിയ, ഈ നാടിനെ അനുഗ്രഹമാക്കിയ പാരമ്പര്യവും ഒരു ബദനി ബ്രാൻഡ് സംസ്കാരവുമെല്ലാം നൽകിയ അനുഗ്രഹത്തിൻ്റെ നിമിഷത്തിൽ ഇവിടെ ആയിരിക്കുമ്പോൾ പ്രിയ മാതാപിതാക്കളെ, പ്രിയ കുഞ്ഞുങ്ങളെ, ഞങ്ങളുടെ ധന്യനായ മാർവാനിയോസ് പിതാവിൻ്റെയും പൂർവികരായ നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട കാലം ചെയ്ത ജീവിച്ചിരിക്കുന്ന ഇതിനു മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ സിസ്റ്റേഴ്സിൻ്റെയും മദേഴ്സിൻ്റെയും ഒക്കെ നല്ല സ്മരണകൾ ഈ സമയം നന്ദിയോടെ ഞാൻ ഓർക്കുകയാണ്. 95 വർഷമായി, 80 വർഷമായി എന്നൊക്കെ പറയുമ്പോൾ ഞങ്ങളുടെ സമൂഹം 100 വർഷമായി എന്ന് ഞാൻ നിങ്ങളോട് സൂചിപ്പിക്കുമ്പോൾ ആ നദിയുടെ ഉറവയിൽ നിന്ന് സംശുദ്ധമായി ഒഴുകി വന്നതാണ് ഈ സെന്റ് ആൻസ് സ്കൂള്. അതിൻ്റെ പ്രാരംഭത്തിൻ്റെ സംശുദ്ധിയിൽ ലഭിച്ച അനുഗ്രഹം
അന്നത്തെ കാലഘട്ടത്തിൽ വെറും ഗ്രാമപ്രദേശമായിരുന്ന ഈ ചെങ്ങന്നൂർ പ്രദേശത്തെ ഇത്രമാത്രം അനുഗ്രഹവും വിദ്യാസമ്പന്നവുമാക്കിയെങ്കിൽ സംശയമില്ല ഈ സെന്റ് ആൻസ് സ്കൂളിന് അതിൻ്റെതായ ഒരു ദൗത്യമുണ്ടായിരുന്നു. അത് ഈ നാടിന് നൽകി എന്ന് ഞാൻ നന്ദിയോടെ ഓർക്കുമ്പോൾ വർത്തമാനകാലത്തിൽ ഇതിനെ പരിപോഷിപ്പിക്കുന്ന എല്ലാവരെയും നന്ദി ഓർക്കുകയാണ്. സ്കൂൾ എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം കടന്നു വരുന്ന ആദ്യ സമയവും ഇറങ്ങിപ്പോകുന്ന അവസാന സമയവും കണ്ണുകൾ നിറയുന്ന, ഹൃദയം വിതുമ്പുന്ന ഒരേ ഒരിടമുണ്ടെങ്കിൽ അതിവിടാണ്, നമ്മുടെ സ്കൂളാണ്. ആദ്യത്തെ വരവ് ഒട്ടും പരിചിതമില്ലാത്ത ഇടങ്ങളിലേക്ക്, അവസാനത്തെ പോക്ക് നമുക്കൊക്കെ ഏറെ പരിചിതമായ ഇടങ്ങളിൽ നിന്നും മണ്ണിൽ നിന്നും ഉള്ള ഒരു പറിച്ചുമാറ്റം. ഈ സെന്റ് ആൻസിന്റെ ഇവിടെ ഇരിക്കുന്ന മാതാപിതാക്കളെ കൊണ്ടൊന്ന് കരങ്ങൾ ഉയർത്തിപ്പിക്കാമെങ്കിൽ എനിക്കറിയാം, നിങ്ങൾ ഈ തിരുമുറ്റത്തേക്ക് നിങ്ങളുടെ കുഞ്ഞുങ്ങളുമായിട്ട് കരങ്ങൾ പിടിച്ചു വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അമ്മ ഇവിടെ പഠിച്ച ആളാണ്, നിങ്ങളുടെ മുത്തശ്ശി ഇവിടെ പഠിച്ച ആളാണ്. എല്ലാവരും കൈ കാണിക്കുന്നു അവിടെ ഇരുന്ന്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, തലമുറ കൈമാറി നൽകുന്ന സംസ്കാരമാണ് വിദ്യാഭ്യാസമെങ്കിൽ അതിൽ അക്കാഡമിക് പരിശീലനമുണ്ട്, അതിൽ അച്ചടക്ക പരിശീലനമുണ്ട്, അതിൽ വ്യക്തിത്വ വികാസമുണ്ട്, അതിൽ നൈപുണ്യമാറ്റത്തിന്റെ വികാസങ്ങൾ നേടിയെടുക്കും. നമുക്കറിയാം, ഇപ്രകാരം വ്യക്തികളിൽ മക്കളിൽ അലിഞ്ഞു ചേർന്ന ഒരു മൂല്യം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് നൽകുവാൻ നിങ്ങൾ കരം പിടിച്ചുകൊണ്ടുന്ന ഈ കുഞ്ഞുങ്ങൾക്ക് ഈ സ്ഥാപനത്തിൽ നിന്ന് കിട്ടുമെന്നുള്ള ഉറപ്പ് നിങ്ങൾക്കുണ്ടെന്നുള്ളത് ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. ഇപ്രകാരം അവരുടെ കഴിവിനനുസരിച്ച്, കാലഘട്ടത്തിനനുസരിച്ച് കുഞ്ഞുങ്ങളെ വളർത്തിയെടുക്കുവാനായിട്ട് നമുക്കൊന്നിച്ച് പരിശ്രമിക്കാം. പ്രിയപ്പെട്ടവരെ, പ്രിയപ്പെട്ട മാതാപിതാക്കളെ, മൂല്യബോധ്യമുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ വളർത്താം. അവരുടെ ബന്ധങ്ങളിലും അവരുടെ സ്നേഹത്തിലും അവരുടെ പങ്കുവയ്ക്കലും എല്ലാം നമുക്ക് ഏറെ മൂല്യമുള്ളവരായി, നന്മയുള്ളവരായിട്ട് അവരെ വളർത്തിയാൽ മാത്രം മതി. ബാക്കിയൊക്കെ അവർ കണ്ടെത്തിക്കൊള്ളും. ഒന്നും അവർക്ക് വേണ്ടി സമ്പാദിക്കണ്ട. നമ്മൾ വെച്ച വീടുകളിലൊന്നും അവർ താമസിക്കത്തില്ല. നമ്മൾ കൂട്ടിയിരിക്കുന്നത് ഒന്നും അവർക്ക് വേണ്ട. നിങ്ങൾ ഒരു നിമിഷം കൊണ്ടുണ്ടാക്കും, നിങ്ങൾ ഒരു നൂറ്റാണ്ട് കൊണ്ടുണ്ടാക്കുന്നത് അവരൊരു നിമിഷം കൊണ്ട്, അവരുടെ വിരൽത്തുമ്പ് കൊണ്ടുണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, അത്ര മിടുക്കരായ ഒരു തലമുറയാണ് നമ്മുടെ കരങ്ങളിലിരിക്കുന്ന കുഞ്ഞു പൈതങ്ങൾ. അവർ തന്നെ കൈയടിച്ചതും അവരെ അനുമോദിക്കുവാനും അവരെ സ്നേഹിക്കുവാനും മറ്റൊരാളോട് ചേർത്ത്, അയൽപക്കത്തെ കുട്ടികളോട് ചേർത്ത് അവരെ കാണുവാനും കഴിയാതെ, അവരിലെ ശ്രമിക്കാതെ, അവരിലെ നന്മകൾ കണ്ടെത്തി അവരെ വളർത്തുവാനായിട്ട് പ്രിയ മാതാപിതാക്കൾക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. പ്രിയപ്പെട്ട കുഞ്ഞു മക്കളെ, നിങ്ങൾ നല്ല കുഞ്ഞുമക്കളായിരിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെയും നിങ്ങളുടെ ടീച്ചേഴ്സിനെയും ഒക്കെ അനുസരിച്ച് നന്മയുള്ളവരായിട്ട് വളരുമ്പോഴാണ്. അപ്രകാരം നന്മയുള്ള, വിശുദ്ധിയുള്ള നല്ല കുഞ്ഞുങ്ങളായിട്ട് വളരുവാൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, ഞാൻ എൻ്റെ സന്യാസ ജീവിതം ആരംഭിക്കുന്നത് 1990 ഇതുപോലൊരു കൊച്ചു നഴ്സറി സ്കൂളിലാണ്. 5 വർഷക്കാലം ആ നഴ്സറിയിൽ പഠിപ്പിച്ചു. വീണ്ടും ഒരു 5 വർഷക്കാലം അതിനേക്കാൾ വലിയൊരു നഴ്സറിയിൽ പഠിപ്പിച്ചു. ഈ നിങ്ങളുടെ മുൻപിലിരിക്കുന്ന കുഞ്ഞുങ്ങളെ നിയന്ത്രിക്കുവാനും സ്നേഹിക്കുവാനും ചേർത്ത് നിർത്തുവാനും കഴിഞ്ഞാൽ ലോകത്തിലെന്തും സ്വന്തമാക്കുവാൻ ദൈവം നിങ്ങൾക്കിടയാണ്. ഞാൻ സെന്റ് ആൻസിന്റെ വാതിലിലേക്ക് കടന്നു വരുമ്പോൾ, നിങ്ങളുടെ സ്കൂളിലേക്ക് വരുമ്പോൾ നിങ്ങളുടെ നിറഞ്ഞ ഹൃദയവും കഠിനാധ്വാനവും എല്ലാം ഞാൻ കാണുന്നുണ്ട്. പ്രിയപ്പെട്ട ടീച്ചേഴ്സ്, ഗുരുമുഖത്ത് നിന്നും ഇന്ന് നിങ്ങൾക്ക് കിട്ടുന്ന, ഇന്നും നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് കിട്ടുന്ന ഒന്നും ഈ വിരൽത്തുമ്പിലെ ഭൂമിയിൽ നിന്നൊന്നും ലഭിക്കുന്നില്ല. ഈ വിരൽത്തുമ്പിൽ ലഭിക്കുന്ന ഒന്നും അകക്കാമ്പിലേക്ക് കടക്കുന്നുമില്ല. നിങ്ങളുടെ ജീവിത വിശുദ്ധിയുടെയും നന്മയുടെയും അനുഭവമാകട്ടെ അടുത്ത തലമുറ അനുഭവിക്കുന്നതെന്ന് സ്നേഹത്തോടെ നിങ്ങൾ ഓരോരുത്തരെയും ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട നിമിഷമാണ്. നാളത്തെ തലമുറയായ കുഞ്ഞുമക്കളെ, നാളെ ഇവിടെ ഇത്രയും പേരൻസ് ഒന്നും കാണുമെന്ന് ഒരു ഉറപ്പുമില്ല. കുഞ്ഞുമക്കളോടൊപ്പം നിങ്ങൾ ഇവിടെ ചേർന്നിരിക്കുമ്പോൾ ഈ സെന്റ് ആൻസ് സ്കൂള് അതതിന്റെ അനുഗ്രഹത്തിന്റെ പടികൾ ഓരോന്നോരോന്ന് കടന്ന് കാലഘട്ടത്തിൽ
കഴിവിനനുസരിച്ച് വളരുവാനായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ക്രമപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എങ്കിലും മൂല്യങ്ങളിൽ ഒട്ടും കുറയാതെ നിങ്ങൾക്ക് ജപിച്ചുകൊണ്ടിരിക്കുന്ന ഈ വിദ്യ അത് തലമുറ കൈമാറി നിങ്ങളുടെ മക്കൾക്കും കുഞ്ഞുമക്കൾക്കും ഒക്കെ കൊടുക്കുവാൻ നിങ്ങൾ കാണിക്കുന്ന ഈ ഉത്സാഹത്തെ ഏറെ ആശ്ലേഷിക്കുന്നു, ഏറെ അഭിനന്ദിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെയും ഈ ടീച്ചേഴ്സിനെയും ഏറെ നന്നായിട്ട് പരിപാലിക്കുന്ന സിസ്റ്റർ സുഹൃതയെയും ലോക്കൽ മാനേജർ സിസ്റ്റർ അഖിലയെയും ഇവിടെയുള്ള എല്ലാ സിസ്റ്റേഴ്സിനെയും എസ്പെഷ്യലി പ്രിയപ്പെട്ട ടീച്ചേഴ്സിനെയും ഏറ്റവും സ്നേഹമുള്ള കുഞ്ഞുമക്കളെയും എല്ലാവരെയും അഭിനന്ദിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. Thank you, Mother, for your valuable words. Next is a prize-winning item of Samdristi Kalotsavam, recitation in Malayalam by Angel Mary George of Class 4. മാന്യ സദസ്സിന് വന്ദനം. ഭൂമിയിൽ എല്ലായിടത്തും എത്തിച്ചേരാനാവില്ലെന്ന് അറിഞ്ഞപ്പോഴാണ് അമ്മമാരുണ്ടായത്. പെറ്റമ്മയെയാണ് കൽക്കണ്ട ദൈവം എന്ന് വിളിക്കുക. എല്ലാ തെറ്റുകളും പുറത്തു തരുന്ന കാരുണ്യ സാഗരമാണിത്. ഉമ്മയാണിത്, ശാശ്വത സത്യമാണിത്. അമ്മ. രചന അരുൺകീർത്തി. എപ്പോഴും തെളിയുന്നോരോർമ്മയാണമ്മ. ഒരു കണി കൊന്ന പോൽ ഓർമ്മകൾ ചില്ലയിൽ പുൻസിരി പൊഴിക്കയാണമ്മ. ഒരു നിലവിലെപ്പോഴും തെളിയുന്നോരോർമ്മയാണമ്മ. ഒരു കണി കൊന്ന പോൽ ഓർമ്മകൾ ചില്ലയിൽ പുൻസിരി പൊഴിക്കയാണമ്മ. നന്മയുടെ പാഠങ്ങൾ ചൊല്ലി പഠിപ്പിച്ച ഗുരുനാഥയാണെനിക്കമ്മ. നന്മയുടെ പാഠങ്ങൾ ചൊല്ലി പഠിപ്പിച്ച ഗുരുനാഥയാണെനിക്കമ്മ. കുസൃതികൾക്കെപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാർ ഇരുന്നമ്മ. കുസൃതികൾക്കെപ്പോഴും പരിധികൾ വരച്ചിട്ട കാവലാളായിരുന്നമ്മ. പാദം വിടരാതെ ഇരുവഴികൾ പിന്നിടാൻ വഴിവിളക്കാണെന്നുമമ്മ. ജീവിതാന്ത്യത്തിലെ അവസാന ശബ്ദവും അമ്മയെന്നല്ലാതെയാമോ. പാദം വിടരാതെ ഇരുവഴികൾ പിന്നിടാൻ വഴിവിളക്കാണെന്നുമമ്മ. ജീവിതാന്ത്യത്തിലെ അവസാന ശബ്ദവും അമ്മയെന്നല്ലാതെയാമോ. സഹജരുടെ സങ്കടം നെറ്റിലേ ചുരുങ്ങുന്ന മെഴുകുതിരിയായിരുന്നമ്മ. സഹജരുടെ സങ്കടം നെറ്റിലേ ചുരുങ്ങുന്ന മെഴുകുതിരിയായിരുന്നമ്മ. വലതു കൈ ചെയ്യുന്നതിടതു കരമറിയാതെ നന്മകൾ വിളയിച്ചൊരമ്മ. വലതു കൈ ചെയ്യുന്നതിടതു കരമറിയാതെ നന്മകൾ വിളയിച്ചൊരമ്മ. അക്ഷരം കൂട്ടുചേർത്താദ്യം മുറിഞ്ഞ വാക്കമ്മയെന്നായിരുന്നല്ലോ. ജീവിതാന്ത്യത്തിലെ അവസാന ശബ്ദവും അമ്മയെന്നല്ലാതെയാമോ. അക്ഷരക്കൂട്ടുചേർത്താദ്യം മുറിഞ്ഞ വാക്കമ്മയെന്നായിരുന്നല്ലോ. ജീവിതാന്ത്യത്തിലെ അവസാന ശബ്ദ
മകനായി പിറപ്പതേ പുണ്യം. ഇനിയുമൊരു ജന്മമുണ്ടെങ്കിൽ ഈ മലയാള മണ്ണിൽ പിറക്കിലോ ധന്യം. ഇനിയുമൊരു ജന്മമുണ്ടെങ്കിൽ ഈ അമ്മതൻ മകനായി പിറപ്പതേ പുണ്യം. ഇനിയുമൊരു ജന്മമുണ്ടെങ്കിൽ ഈ മലയാള മണ്ണിൽ പിറക്കിലോ ധന്യം. ഒരു നിലവിളക്കുപോലകതാരിലെപ്പോഴും തെളിയുന്നൊരോർമ്മയാണമ്മ. ഒരു കണിക്കുന്ന ഓർമ്മതൻ ചില്ലയിൽ പുഞ്ചിരി പൊഴിക്കുകയാണമ്മ. Now I invite Shoppa Varghese, Municipal Chairperson, Chengalur, for the inaugural address. Ma'am, please come. യോഗത്തിന്റെ അധ്യക്ഷ ബഹുമാന്യ ബദനി പ്രൊവിഡൻസ് സുപ്പീരിയർ പത്തനംതിട്ട മദർ സമീം SIC, നമുക്ക് സ്വാഗതം ആശംസിച്ച ഹെഡ് മിസ്റ്റേഴ്സ് സുഹൃത SIC, ബഹുമാനപ്പെട്ട ടീച്ചേഴ്സ്, നമ്മുടെ യോഗ മാസ്റ്റർ, ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സ് ഉൾപ്പെടെ വേദിയിലെ സഹസ്രഭൂഷണായിട്ടുള്ള വിശിഷ്ട വിജ്ഞാനികളെ, നമ്മുടെ 2-3 കൊച്ചു കുഞ്ഞുങ്ങൾ കുറേ നേരം കൊണ്ട് നമ്മളിവിടെ ഇരുന്ന് കാണുന്നുണ്ട്. അവരുടെ നല്ല പ്രകടനങ്ങൾ. ഫേബ ഗോഡ്വിന്, ഏഞ്ചൽ മേരി ജോർജ് ആശംസ അർപ്പിക്കുന്ന സേറ സൂസന്റെ അമ്മ ഇവിടെ പഠിച്ചു, വല്യമ്മ ഇവിടെ പഠിച്ചു. എല്ലാവരും പാരമ്പര്യമായിട്ട് ഈ സ്കൂളിൻ്റെ പുത്രന്മാരും പുത്രിമാരും ഒക്കെ ആയിരിക്കുന്നവരാണ്. അതേപോലെ തന്നെ നമ്മുടെ സോഫി, ഞാൻ മുമ്പേ സിസ്റ്ററോട് പറഞ്ഞ പോലെ ഒരു അസറ്റാണ് ഈ സ്കൂളിലെ PTA പ്രസിഡന്റായിട്ട് കിട്ടിയത്. നല്ല കഴിവും പ്രാഗൽഭ്യമുള്ള ഒരു വ്യക്തിത്വത്തിന് ഉടമയാണ് ചെങ്ങന്നൂര്. ഏതാവശ്യത്തിന് എപ്പോൾ വിളിച്ചാലും എന്തിനും ഊണവും ഉറക്കവും കളഞ്ഞ് കൂട്ടത്തിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ് സോഫി. ബഹുമാനപ്പെട്ട കൊച്ചു കുഞ്ഞുങ്ങൾ, വളരെ സന്തോഷമുണ്ട്. ഞാൻ വേറെ ഒരു മീറ്റിംഗ് ഓഫീസിൽ അറേഞ്ച് ചെയ്തിട്ട് ഞാനിവിടെ വന്നു നിന്ന് ഈ കുഞ്ഞുങ്ങളോട് 1-2-3 കാര്യങ്ങൾ മാത്രം പറയണമെന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയാണ്. നമ്മൾ കണ്ടു അവരുടെ കഴിവും പ്രകടനങ്ങളും എല്ലാം ഇവിടെ കണ്ടു. പക്ഷേ ഞാൻ മുമ്പേ സിസ്റ്ററോട് പറഞ്ഞ പോലെ എനിക്കിവർക്ക് കൊടുക്കാനുള്ള 2-3 ഗുണദോഷം മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, നമ്മൾ പഠിച്ചാൽ ഇവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥികളെ കുറിച്ച് സെന്റ് ആനീസിൻ്റെയും സ്കൂളിനെയൊക്കെ പറയുമ്പോൾ പൂർവ്വ വിദ്യാർത്ഥികളെല്ലാം പഠിച്ച് നല്ല നിലയിലായി നല്ല വ്യക്തിത്വങ്ങളെ വാർത്തെടുക്കാൻ പറ്റിയ ഒരു സ്കൂളായിരുന്നു ഇത്. അന്നു മുതലുള്ള വാർത്തെടുത്ത കുഞ്ഞുങ്ങളെല്ലാം നല്ല സ്ഥാനത്ത് എത്തിയവരുമാണ്. പക്ഷേ പണ്ടത്തെ ഇത് ഞാൻ മുമ്പേ ടീച്ചറിനോട് പറഞ്ഞ പോലെ ഇന്നത്തെ തലമുറയിലുള്ള കൊച്ചു കുഞ്ഞുങ്ങൾക്കില്ല. നമ്മുടെയൊക്കെ അതിനകത്തെ കുഴപ്പം നമ്മുടെ പേരൻസിനും നമുക്കൊക്കെ ഓരോരുത്തർക്കുമാണ്. ഇന്ന് നമ്മൾ വളർന്നു വരുന്ന കുട്ടികൾക്ക്, അല്ലെങ്കിൽ 1 വയസ്സുള്ള ഒരു കുഞ്ഞിന് ചോറ് കൊടുക്കുന്നത് അമ്മ മൊബൈൽ കൈ കൊടുത്തുകൊണ്ടാണ് ചോറ് കൊടുക്കുന്നത്. ആ ചോറ് കൊടുക്കുമ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ പള്ളിയിൽ ഒരു വയറിൻ്റെ ഇത് നടന്നപ്പോൾ 1 വയസ്സ് ഉള്ള ഒരു കുട്ടിയെ കൊണ്ട് ആ അമ്മ അവിടെ വന്നു. 1 വയസ്സേ ഉള്ളൂ. അപ്പോൾ അമ്മ വഴക്കുണ്ടാക്കാതിരിക്കാൻ കൊടുത്തു മൊബൈൽ. ഞാൻ നോക്കിയപ്പോൾ സത്യം പറഞ്ഞാൽ ഈ ആൻഡ്രോയിഡ് മൊബൈൽ ഉപയോഗിക്കാൻ എനിക്ക് കൂടുതലൊന്നും അറിയത്തില്ല. ആ കൊച്ചു കുഞ്ഞ് അവിടെ ഇരുന്ന് ഓരോന്നെടുത്ത് അവൻ തന്നെ പ്ലേ ചെയ്ത് കളി കാണുക. പക്ഷേ പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലാതിരുന്നപ്പോൾ പരസ്പര സ്നേഹവും മറ്റുള്ളവരെ കാണുമ്പോൾ നമുക്കൊരു ബഹുമാനം ഇന്നില്ലാത്തത്. നമ്മൾ അമ്മമാര് എങ്ങനെയായാലും കുഞ്ഞുങ്ങൾ വളരും, ആഹാരം കൊടുത്താൽ കുഞ്ഞുങ്ങൾ വളരും. പക്ഷേ ആഹാരത്തോടൊപ്പം തന്നെ ചില ചിട്ടകളോട് നമ്മൾ അവരെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അത് ഞാൻ പറയാൻ കാര്യം, ഞാൻ ഇപ്പം ചെങ്ങന്നൂർ നഗരസഭ ഒരു 23,000 പോപ്പുലേഷൻ ഉള്ളതാണ്. ആ 6,000-ന് മേളിൽ അല്ലെങ്കിൽ വീടുകൾ 6,600 കൂടുതൽ വീടുകളുള്ള ഒരു മുനിസിപ്പാലിറ്റിയാണ്. 14 കിലോമീറ്ററേ ഉള്ളതെങ്കിലും ഞങ്ങൾ പല വീടുകളിലും പല വിഷയങ്ങൾക്കും ചെല്ലുമ്പോൾ അവിടെ 1 വയസ്സ് തൊട്ട് 10 വയസ്സുള്ള കുട്ടികളെ നമ്മൾ കാണുന്നു. അല്ലെ പേരൻസിനോട് നമ്മൾ ചോദിക്കുക അവരെന്തെങ്കിലും ചോദിച്ചാൽ അവരാദ്യം പറയുന്ന ഒരു പേര് അവൻ മൊബൈലും കൊണ്ട് മേളിലാണ്, അല്ലെങ്കിൽ അവൻ കമ്പ്യൂട്ടറിലാണ്. പരസ്പരം കണ്ട ഒരാൾ അവിടെ ചെന്നാൽ അവർക്ക് അറിയാൻ വയ്യാത്തൊരു കാലമാണിപ്പോൾ. പക്ഷെ അത് നമ്മുടെ കുഞ്ഞുങ്ങളെ മാറ്റിയെടുക്കാനുള്ള ഒരു നല്ലൊരു അവസരമാണ്. നമ്മൾ പറയും ചുട്ടയിലെ ശീലം ചുടല വരെ. 5ാം ക്ലാസ് വരെ ഞാൻ വീണ്ടും എടുത്തു പറയുന്നു, KG തൊട്ട് 4ാം ക്ലാസ് വരെ നല്ല അമ്മമാരെ കിട്ടിയിരിക്കുന്ന കുഞ്ഞുങ്ങളാണ്. അവർ നല്ല മൂല്യങ്ങൾ വളർത്തിയെടുത്ത് നിങ്ങളുടെ മക്കളെ വളർത്തിയെടുക്കുന്നവരാണ്. അസിസ്റ്റേഴ്സിൻ്റെ
ഞാനിപ്പോൾ ഒരു 19ാമത്തെ വർഷം, ഈ വർഷം 20ാമത്തെ വർഷമാണ് പൊതുപ്രവർത്തനം എത്തിയത്. ഞാൻ നേരത്തെ ഈ വാർഡിന്റെ കൗൺസിലർ കൂടെ ആയിരുന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്ന ആദരിക്കുന്നതാണ് ഇവിടുത്തെ സിസ്റ്റേഴ്സിനെ. ഞാൻ അവരുമായിട്ട് നല്ല ബന്ധമുള്ളവരാണ്. നല്ല മൂല്യങ്ങൾ വളർത്തിയെടുത്ത് അവരെ ഒരേപോലെ സ്വന്തം മക്കളെ പോലെ തന്നെ കണ്ട് വളർത്തിയെടുത്ത് മൂല്യങ്ങളെ വളർത്താൻ തന്നെ അവരെ അച്ചടക്കത്തോട് വളർത്താൻ പഠിപ്പിക്കുന്ന സിസ്റ്റേഴ്സാണ്. അതേപോലെ തന്നെ ടീച്ചേഴ്സ് അവരുടെ പ്രയത്നം നമുക്ക് അറിയാം. കോളേജിൽ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് അത്രയും ടെൻഷനില്ല. 8ാം ക്ലാസ് തൊട്ട് 10ാം ക്ലാസ് വരെ പഠിപ്പിക്കുന്ന അധ്യാപകർക്ക് ഇത്രയും ടെൻഷൻ. പക്ഷേ നമ്മുടെ വീടുകളിലുള്ള ടെൻഷൻ പോലെ തന്നെ കുഞ്ഞുങ്ങളെ ഇവിടെ വരുമ്പോൾ നല്ല അച്ചടക്കത്തോട് വളർത്തുമ്പോൾ നമ്മുടെ ആ മൂല്യം എന്താണ്? പണ്ട് കാലങ്ങളിൽ നമ്മൾ പരസ്പരം വീട്ടുകാരെ അറിയുമായിരുന്നു, പരസ്പരം ചുറ്റുവട്ടം അറിയുമായിരുന്നു. നമ്മളെ പക്ഷെ കാലം പഠിപ്പിച്ചു. എന്താ 2018 നമ്മളെ പഠിപ്പിച്ചു. ഒരു വെള്ളപ്പൊക്കം വന്ന് ഇന്നത്തെ കാലത്ത് നമ്മളെന്താണ് ഏറ്റവും കൂടുതൽ വീടിനേക്കാൾ വലിയ മതിലാണ്. നമുക്ക് ദൈവം പാഠം പഠിപ്പിച്ചു തന്നു. 2018 നമ്മുടെ മതിലെല്ലാം ചുറ്റുവട്ടം എല്ലാം കളഞ്ഞു ഒരേപോലെ ഞാനാണെങ്കിൽ എക്സൈസ് ഓഫീസിൻ്റെ അവിടെ ആ വെള്ളപ്പൊക്ക കാലത്ത് ഒരു ചെറിയ രൂപത്തിൽ അവരെ സഹായിക്കാൻ നിന്നപ്പോൾ എനിക്ക് മനസ്സിലായി, വലിയവനെന്നില്ല ചെറിയവനെന്നില്ല, എല്ലാവരും ഒരേ പായിൽ കിടന്നുറങ്ങേണ്ട ഒരു സ്ഥിതി വന്ന കാലമാണ്. ആ കാലത്തിലേക്ക് നമ്മളെ തിരിച്ച് ദൈവം എത്തിച്ചു. പക്ഷേ ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ എത്ര കണ്ട് പ്രശംസിച്ചാലും മതി. നല്ല കുട്ടികളുണ്ട്. ഇന്നത്തെ കാലത്ത് നമ്മൾ കുട്ടിക്ക് വേണ്ടി അവർക്ക് ഒന്നും ചെയ്യേണ്ട. തന്നെ പിറന്ന് വീഴുമ്പോൾ തന്നെ അവർക്ക് നല്ല കുട്ടിയോടുകൂടിയാണ് അവൾ വളരുന്നത്. പക്ഷെ അവരെ ചില മൂല്യങ്ങളോടെ വീട്ടിലുള്ള മാതാപിതാക്കൾ പറഞ്ഞു കൊടുത്ത് അവരെ നല്ല മൂല്യങ്ങളുള്ള നല്ല ഡോക്ടർ, എഞ്ചിനീയർ, പ്രൊഫഷണൽസ്, രാഷ്ട്രീയക്കാരെല്ലാം ഭാവി വാഗ്ദാനങ്ങളാണ് ഇവിടെ ഇരുന്ന മൊത്തം പേര്. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കടമയോടെ ചെയ്യണമെന്ന് മാത്രമാണ് പറയുന്നത്. പരസ്പരം ബഹുമാനിക്കാനും അധ്യാപകരെ ബഹുമാനിക്കാനും നമ്മൾ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണം. ഈ കൊച്ചു കുഞ്ഞുങ്ങളെ നമ്മൾ ഭക്ഷണത്തോടൊപ്പം തന്നെ അവർക്ക് അറിവുകൾ പറയുന്ന പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന അറിവിനേക്കാൾ ഒന്നാമത് നമ്മൾ ചെയ്യേണ്ടതാണ് വീട്ടിൽ 10 മിനിറ്റെങ്കിലും അക്ഷരം അറിയാവുന്ന കുഞ്ഞുങ്ങളെ പത്രങ്ങൾ വായിപ്പിക്കണം. ചുറ്റുപാട് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കിക്കണം കുഞ്ഞുങ്ങളെ കൊണ്ട്. അപ്പോൾ പത്രങ്ങൾ വായിക്കണം, നമ്മൾ മറ്റുള്ളവരെ ബഹുമാനിക്കാൻ പഠിപ്പിക്കണം. എല്ലാവരും അങ്ങനെ ചെയ്യുന്നവരാണ്. എങ്കിലും ഒരു അഡ്വൈസ് എന്ന രൂപത്തിൽ നമ്മൾ പറഞ്ഞാണ്. അതേപോലെ ഞങ്ങളുടെ കടമയോടുണ്ട്, അതുകൊണ്ട് ഞാനങ്ങ് പറഞ്ഞേക്കാം. മാലിന്യമുക്ത ചങ്ങന്നൂർ എന്ന് പറഞ്ഞവർ നമ്മൾ കിട്ടുന്ന മുട്ടായി കഴിച്ചിട്ട് അത് പോക്കറ്റിൽ ഇതിന്റെ കവർ ഉൾപ്പെടെ പോക്കറ്റിലോട് ഇട്ട് വീട്ടിൽ കൊണ്ടുപോകാനായിട്ട് നോക്കണം. വലിച്ചെറിയുന്ന യൂസ് ആൻഡ് ത്രോ പോലുള്ള സ്വഭാവങ്ങളോടെ മാറ്റാൻ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ പ്രസംഗങ്ങൾക്ക് ഇവിടെ പ്രസക്തിയില്ല എങ്കിലും ഞാനങ്ങ് പറഞ്ഞു പോയതാണ്. നമ്മുടെ കുഞ്ഞുങ്ങളെ എല്ലാവരെയും നല്ല കഴിവുള്ള കുഞ്ഞുങ്ങൾ നല്ല ടാലന്റിനായിട്ട് വളർത്താൻ മാതാപിതാക്കൾക്ക് കഴിയട്ടെ എന്നും അവരെ വളർത്തുന്ന മാതാപിതാക്കളെ മുക്തകണ്ഠം പ്രശംസിച്ചുകൊണ്ട് എല്ലാവിധമായ ആശംസകളും അർപ്പിച്ചുകൊണ്ട് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. നന്ദി. Now, let's listen to a Hindi speech by Angel Dia Civil of Class 3. नमस्कार मेरे प्यारे भाइयों और बहनों को एंजल दिया सिविल का नमस्कार। आज मैं आपको शिक्षा के बारे में कुछ विचार सुनाऊंगा। हम सब लोग जानते हैं कि हमारे जीवन में शिक्षा का महत्व शुरू से रहा है। इसलिए स्वामी विवेकानंद जी ने लिखा है, हमें ऐसे शिक्षा चाहिए जिसे चरित्र का निर्माण हो, मन की शक्ति बढ़े, बुद्धि का विकास हो और मनुष्य अपने पैरों पर खड़ा हो सके। दोस्तों, शिक्षा के बगैर मनुष्य एक पशु समान है। हमारे देश में शिक्षा प्राप्त करने के लिए बहुत सारे स्कूल और कॉलेज हैं और सरकार की तरफ से उच्च शिक्षा के लिए अलग अलग यूनिवर्सिटी का भी निर्माण किया गया है। लेकिन आजकल कुछ लोगों ने शिक्षा को व्यापार कर रखा है और आम आदमी शिक्षा से वंचित हो रहा है। आज हमारे देश के महान लोगों ने बहुत तरक्की हासिल की है। उन्होंने अपने देश का नाम रोशन किया है। अगर उसमें कोई महत्वपूर्ण कारण है तो वो है उनको दी जाने वाली उचित शिक्षा। जैसे हमारी पूर्व राष्ट्रपति श्री अब्दुल कलाम जी जो गरीब घर से थे, लेकिन उन्होंने पढ़ाई की और पढ़ाई के महत्व को समझते हुए अपना पूरा ध्यान अपना पढ़ाई पर दिया और उनके लगातार किए गए प्रयासों से उन्होंने बहुत सारे आविष्कार किए। अगर ये सब कर पाए तो इसमें सबसे बड़ा योगदान शिक्षा का है। शिक्षा के बगैर इंसान कुछ भी कार्य नहीं कर पाता। शिक्षा जिंदगी के हर एक क्षेत्र में महत्वपूर्ण है।
कुछ लोग ऐसा सोचते हैं कि मुझे अच्छी शिक्षा प्राप्त नहीं करनी है क्योंकि मुझे कोई नौकरी थोड़ी न करनी है, लेकिन ये सोच बिल्कुल गलत है क्योंकि शिक्षा का मतलब ये नहीं कि शिक्षा प्राप्त करके अच्छी नौकरी करे, बल्कि शिक्षा का उद्देश्य आपको ज्ञान संग्रह है जिसे आप किसी भी क्षेत्र में उन्नति कर सके। इसलिए दोस्तों, जब तक शिक्षा का मतलब नौकरी पाना होगा तब तक समाज में नौकर ही पैदा होंगे, मालिक नहीं। हमारे जीवन में शिक्षित होना बहुत जरूरी है। इससे हमारे देश आगे बढ़ेगा, समाज आगे बढ़ेगा। इसलिए दोस्तों, पढ़ेगा इंडिया तभी बढ़ेगा इंडिया। धन्यवाद। Now let's enjoy a dance performance by Anna British and Alona Elsa Ebi.
promise to stay curious, be kind, and continue reaching for the stars. Thank you everyone, our sisters, teachers, families, and my classmates for making this year unforgettable. Here to all of us a bright future ahead. Thank you. Now, we will have prize distribution for the academic excellence. I would appreciate if Advocate Shobha Varghese, ma'am, could kindly grace the stage and do the honor of distributing the prizes. Ma'am, please. LKGA, Rahel and Thomas. LKGB, Nivea Krishna R. UKGA, Aisha Tajuddin. UKGB, Swatika A. 1A, Ayan Anthony. 1B, Ashwita Anu. Next, thank you ma'am for joining us on stage. Now I wish to welcome Reverend Mother on the stage to do the honor. 2A, Pujita M. Naya. 2B, Christina Abel. 3A, Angel Diasino. Thank you, Mother. Next, I welcome Chengalur Vice Chairman Shivraj sir on the stage to do the honor. So please, 3B, Nivedya B. Nayak. 4A, Anamika MS. 4B, Edwin Abraham Matthew. Thank you, sir. As we come to the end of this meeting, I would like to invite Sarah and Sir Joseph to take a moment to express our heartfelt gratitude. Good afternoon, everyone. I am pleased to thank you on behalf of principal, staff, and all students. First of all, I thank Almighty God for His abundance of blessings and blessings. I would like to thank our Chief Guest, Dr. Shobha Varghese, Chairman and Principal Chairperson, for being kind enough to accept the invitation despite her busy schedule and for the encouraging words. Thank you, ma'am. I thank distinguished guest Mother Tamil, Provincial Superior Bethany Pathanamthitta Province for her presence and inspiring words. Now, I thank our guest Sister Agraja SIC, Sister Akila SIC, and Sister Anima SIC for their presence and generous support. My heartfelt thanks to our beloved headmistress, Sister Sugrada SIC, for her support, guidance, and encouragement in all our efforts. I thank our dear teachers and supporting staff for their love, affection, and hard work. Last but not the least, I thank my dear parents and friends for your cooperation in making this annual day a memorable one. Thank you all.